പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. വിശുദ്ധ വേദപുസ്തകം നമ്മൾ പരിശോധിക്കുമ്പോൾ ലോകരക്ഷകനായ കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോസ്തല പ്രവൃത്തി 4:12 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. പ്രിയമുള്ളവരെ, നമ്മളെല്ലാം പാപത്തിലകപ്പെട്ടവരായിരുന്നു, ശാപത്തിലകപ്പെട്ടവരായിരുന്നു. എന്നാൽ നമ്മുടെ പാപത്തെ ക്ഷമിച്ച് നമ്മുടെ ശാപത്തിൽ നമ്മളെ വീണ്ടെടുത്ത് ക്രിസ്തുവിന്റെ അവകാശികളായി മക്കളെന്നുള്ള അവകാശ പദവി നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി നൽകി തന്നു. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിന്മേൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, നമുക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നു. ആ ദൈവം നമ്മോട് പറയുകയാണ്, ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട്. ആ മരണം വരെ, മരണം കഴിയുമ്പോൾ മനുഷ്യനെല്ലാവരും നമ്മളെ വിട്ട് മാറിപ്പോകും. എന്നാലും മരണത്തിനപ്പുറത്തുള്ള ഒരു ജീവിതം നമുക്കുണ്ട്. നമ്മൾ ക്രിസ്തുവിന്റെ കൂടെ യുഗായുഗം വാഴാൻ പോകുന്നവരാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആരെങ്കിലും ഈ രക്ഷകനെ കണ്ടുമുട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഹൃദയം നിങ്ങൾ യേശുവിനായി സമർപ്പിക്കുക. യേശുവിന് വേണ്ടി ജീവിക്കുക. നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. യേശു നിങ്ങളുടെ പാപത്തെ ക്ഷമിക്കും, നിങ്ങളുടെ രോഗത്തെ സൗഖ്യമാക്കും, നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. തീർച്ചയായിട്ടും ദൈവത്തിന്റെ സ്നേഹം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട്. ആരും നിങ്ങളെ സ്നേഹിച്ചില്ലെങ്കിലും, ആരും നിങ്ങളെ കൈവിട്ടാലും യേശു നിങ്ങളെ കൈവിടത്തില്ല. ഒരു സ്തോത്രം, ഒരു സ്നേഹിതൻ നിങ്ങളോടൊപ്പം ഉണ്ട്. യേശു നിങ്ങളെ രക്ഷിക്കുവാനായിട്ടുണ്ട്. നിങ്ങളുടെ ഏത് വിഷയത്തിനകത്തും ഇറങ്ങി വന്ന് പ്രവർത്തിച്ച് ജയകരമായ ഒരു ജീവൻ നയിക്കുവാൻ യേശു നിങ്ങളെ സഹായിക്കും. തീർച്ചയായിട്ടും നമുക്കൊരു ഗാനത്തിന്റെ ചില വരികൾ ശ്രദ്ധിക്കാം. സ്തോത്രം. ഈ പാട്ട് സ്തോത്രം, പാപത്തിന്റെ ശാപത്തിൽ അകപ്പെട്ട് ജീവിതം നഷ്ടം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചിന്തിച്ച് ശാപത്തിലകപ്പെട്ട ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ ഗാനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കേൾക്കണേ മാളോരെ, ഒരു കാര്യം ഞാൻ ചൊല്ലാം, രക്ഷകനേശുവിൻ കഥ ഞാൻ ചൊല്ലാം. കേൾക്കണേ മാളോരെ, ഒരു കാര്യം ഞാൻ ചൊല്ലാം, രക്ഷകനേശുവിൻ കഥ ഞാൻ ചൊല്ലാം. രക്ഷ നേടാനൊരു മാർഗം ഞാൻ ചൊല്ലിടാം, രക്ഷകനേശുവിൻ കഥ ഞാൻ ചൊല്ലാം. രക്ഷ നേടാനൊരു മാർഗം ഞാൻ ചൊല്ലിടാം, രക്ഷകനേശുവിൻ കഥ ഞാൻ ചൊല്ലാം. കേൾക്കണേ മാളോരെ, ഒരു കാര്യം ഞാൻ ചൊല്ലാം, രക്ഷകനേശുവിൻ കഥ ഞാൻ ചൊല്ലാം. മനുഷ്യ നിൻ പാപത്തെ കഴുകിക്കളഞ്ഞിടാൻ സ്നേഹിച്ച സ്നേഹം നീ മറന്നിടല്ലേ. മനുഷ്യ നിൻ പാപത്തെ കഴുകിക്കളഞ്ഞിടാൻ സ്നേഹിച്ച സ്നേഹം നീ മറന്നിടല്ലേ. നിനക്കായി താതൻ ക്രൂശിൽ ചൊരിഞ്ഞ ചോരതൻ സ്നേഹത്തെ മറന്നിടല്ലേ. കേൾക്കണേ മാളോരെ, ഒരു കാര്യം ഞാൻ ചൊല്ലാം, തമ്പുരാനേശുവിൻ കഥ ഞാൻ ചൊല്ലാം. ഇനിയും പാപം നീ ചെയ്യരുതേ മകനേ, മനം തിരിഞ്ഞേശുവെ സ്വീകരിക്കൂ. ഇനിയും പാപം നീ ചെയ്യരുതേ മകനേ, മനം തിരിഞ്ഞേശുവെ സ്വീകരിക്കൂ. രക്ഷ പ്രാപിച്ചിടാൻ യേശുവല്ലാതെ ഇനിയൊരു മാർഗം വേറെയില്ല. കേൾക്കണേ മാളോരെ, ഒരു കാര്യം ഞാൻ ചൊല്ലാം, തമ്പുരാനേശുവിൻ കഥ ഞാൻ ചൊല്ലാം. ആരാരുമില്ലെന്നു പറയല്ലേ മകനേ, ഇനിയുള്ള കാലം യേശുവുണ്ട്. ആരാരുമില്ലെന്ന് പറയരുതേ മകനേ, ഇനിയുള്ള കാലം യേശുവുണ്ട്. ഇവിടുള്ള വാസം കഴിഞ്ഞു പോയാലും സ്വർഗീയവാസത്തിലും യേശുവുണ്ട്. ഇവിടുള്ള വാസം
കഴിഞ്ഞു പോയാലും സ്വർഗീയവാസത്തിലും യേശുവുണ്ട്. കേൾക്കണേ മാളോരെ, ഒരു കാര്യം ഞാൻ ചൊല്ലാം, തമ്പുരാനേശുവിൻ കഥ ഞാൻ ചൊല്ലാം. രക്ഷ നേടാനൊരു മാർഗം ഞാൻ ചൊല്ലിടാം, രക്ഷകനേശുവിൻ കഥ ഞാൻ ചൊല്ലാം. രക്ഷ നേടാനൊരു മാർഗം ഞാൻ ചൊല്ലിടാൻ, രക്ഷകനേശുവിൻ കഥ ഞാൻ ചൊല്ലാം. പ്രിയമുള്ളവരെ, ഈ രക്ഷകനായ യേശുവിനെ കണ്ടുമുട്ടുവാൻ നമ്മൾ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ആരും ആശ്രയമില്ലെങ്കിലും ഈ രക്ഷകനായി നമ്മുടെ ദൈവം നമ്മളോടൊപ്പമുണ്ട്. ആ രക്ഷകനായ ദൈവത്തിൻ്റെ കൃപ നിങ്ങളെ ഓരോരുത്തരെയും നടത്തട്ടെ, നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.